ഇന്നത്തെ തിരുവരങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈബിൾ പഠിക്കാൻ ഇഷ്ടമാണോ? വായിക്കുന്നുണ്ടോ ബൈബിള്? ഉണ്ട്. ഇന്ന് നമ്മൾ തോബിത്തിന്റെ പുസ്തകം എന്ന് കേട്ടിട്ടുണ്ടോ? പഴയ നിയമത്തിലെ തോബിത്തിന്റെ പുസ്തകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനകത്തൊരു സംഭവമുണ്ട്. തോബിത്തിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക അവസരത്തിൽ തോബിത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അന്ധനായി തീർന്നു. അതെങ്ങനെയാണെന്ന് അറിയണോ? അറിയാൻ ആഗ്രഹമുണ്ടോ? ശരി, നമുക്ക് അതൊന്ന് പഠിക്കാം. പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണ്ടേ പഠിക്കാൻ? ദൈവം സഹായിക്കണ്ടേ? നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കുഞ്ഞുങ്ങളെ എല്ലാവരെയും ചേർത്ത് വെക്കുന്നു. യേശുനാഥ, വചനം പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. വചനം വായിക്കുവാനായിട്ട് അവരുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ. അത് ഗ്രഹിക്കുവാനായിട്ട് അവരുടെ ബുദ്ധിശക്തിക്ക് ഗ്രഹണശക്തി നൽകണമേ. യേശുനാഥ, വചനം വായിക്കുമ്പോഴാണ് പഠിക്കുന്നത്, അത് പഠിക്കുമ്പോഴാണ് അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നത്. ദൈവമേ, ഈ കൊച്ചു ഹൃദയങ്ങളെ അങ്ങ് ഈ പ്രായത്തിൽ തന്നെ വചനത്തിന് അനുരൂപമായിട്ട് മാറ്റിയെടുക്കണമേ. അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. വചനത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മനസാക്ഷി രൂപപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കുവാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് അയച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എല്ലാ വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഈ തോബിത്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അന്ന് ഈ മരിച്ചുപോയ ആളുകളെ തൊട്ടാൽ അശുദ്ധരാകും. പിന്നെ കുളിച്ചിട്ട് വേണം അകത്ത് പ്രവേശിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെ. അതുകൊണ്ട് മരിച്ചു പോകുന്നവരെ സംസ്കരിക്കുവാൻ എല്ലാവരും അങ്ങ് തയ്യാറാകുകയില്ല. എല്ലാവർക്കും അത് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ തോബിത്ത് അങ്ങനെ മരിച്ചു പോകുന്ന ആളുകളെ സംസ്കരിക്കുവാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു. ദരിദ്രരെ സഹായിക്കുവാനായിട്ട് മുൻപിൽ നിൽക്കുവാനും പാവപ്പെട്ടവർക്ക് തൻ്റെ ഉപജീവനത്തിൽ നിന്ന് എടുത്ത് പാവപ്പെട്ടവർക്ക് നൽകുവാനുള്ള ഒരു മനസ്സ് കാണിക്കുമായിരുന്നു. അങ്ങനെ തോബിത്ത് എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ ഹൃദയത്തിന് ചേർന്നവനായിരുന്നു, ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ നല്ല കാര്യങ്ങൾ ചെയ്തതൊക്കെ എല്ലാവർക്കും അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അന്നത്തെ ഭരണാധികാരികൾ തോബിത്തിനെ നിനിവേയിലേക്ക് നാട് കടത്തി. അദ്ദേഹത്തിൻ്റെ വസ്തുവകകളെല്ലാം കണ്ടുകെട്ടി അവരങ്ങ് എടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നായും മകൻ തോബിയാസും, തോബിത്തിൻ്റെ മകനാണ് തോബിയാസ്, തോബിയാസിന്റെ പിതാവാണ് തോബിത്തിന്റെ ഭാര്യയുടെ പേരെന്താണ്? അന്ന. അങ്ങനെ ഈ അമ്മയും മകനും ഇവിടെ താമസിച്ചുകൊണ്ട് അച്ഛനെ നാട് കടത്തി. അങ്ങനെ ഏറെ നാള് അദ്ദേഹം അന്യനാട്ടിൽ പോയി താമസിച്ച് അവിടെയും അദ്ദേഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചു. അവിടെ കരഞ്ഞും വേദനിച്ചും പിറുപിറുത്തും ഒന്നും തോബിയാസ് സമയം കളഞ്ഞില്ല. അങ്ങനെ കരഞ്ഞു കളയാൻ സമയം ഉണ്ടായിരുന്നോ? എൻ്റെ ഭാര്യയും കൊച്ചും അവിടെ എൻ്റെ വസ്തുവകകളും എല്ലാം അവരെടുത്തല്ലോ എന്നോർത്തുകൊണ്ട് കരയാനൊന്നും സമയമില്ലായിരുന്നു. തോബിത്തിന് അവിടെയും ധാരാളം ജോലി ചെയ്യാനുണ്ടായിരുന്നു. അന്ന് ജോലി കിട്ടിയതെല്ലാം ശേഖരിച്ച് ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന കുറേ നാൾ കഴിഞ്ഞപ്പോൾ മോചനം കിട്ടി അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്മ അറിഞ്ഞു, മകൻ അറിഞ്ഞു, അന്ന് നിനിവേയിലേക്ക് നാട് കടത്തിയ ആളുകളെല്ലാം തിരിച്ചു വരും. അയ്യോ, ഇന്ന് പന്തക്കുസ്താ തിരുനാളാണല്ലോ, ഇന്ന് വരുമല്ലോ നമ്മുടെ പിതാവ് എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മയും മകനും കൂടെ നല്ല സദ്യയൊക്കെ ഒരുക്കി വെച്ചു. ഒരുപാട് നാൾ കൂടി അന്യനാട്ടിൽ നാട് കടത്തപ്പെട്ട അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാ. അപ്പോൾ ഒരുപാട് ക്ഷീണിച്ചൊക്കെ അല്ലേ വരുന്നത്. അങ്ങനെ സദ്യ ഒരുക്കി എല്ലാ ബന്ധുക്കളെയൊക്കെ എല്ലാവരും ആ സന്തോഷം ഇങ്ങനെ ആഘോഷിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പിതാവ് വന്നു. സന്തോഷമായി. അമ്മയും മകനും കൂടെ ഓടി ചെന്ന് പിതാവിനെ സ്വീകരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നു. പറഞ്ഞു, യാത്ര ചെയ്ത് വന്നതാ, ഇന്നത്തെ പോലെ വലിയ കാറയിലൊക്കെയാണോ വരുന്നേ? അല്ല, നടന്ന് ക്ഷീണിച്ചൊക്കെയാണ് വന്നേ. അപ്പോൾ പറഞ്ഞു, അന്ന് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ബന്ധുക്കളെയൊക്കെ വിളിച്ചു. അങ്ങനെ എല്ലാ സദ്യവട്ടങ്ങളെല്ലാം കണ്ടപ്പോൾ പറഞ്ഞു, നമ്മുടെ കൂടെ ദരിദ്രരായിട്ടുള്ള ഒരാളെ കൂടി വിളിച്ചോളാൻ പറഞ്ഞു. സദ്യക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത വകയില്ലാത്ത ഒരാളെ കൂടി നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മകനായ തോബിയാസ് ദരിദ്രരായ ഒരാളെ വിളിക്കാനായിട്ട് പോയി. അച്ഛൻ കുളിക്കാനായിട്ടും പോയി. ഈ മോൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ ചന്തസ്ഥലത്ത് ഒരു ശരീരം കിടക്കുന്നത് കണ്ടു.
നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്ന് ചന്തസ്ഥലത്തിരിക്കുന്നു എന്ന വാർത്തയുമായിട്ട് ഈ മോൻ പോയ പോലെ തിരിച്ചു വന്നു. പിതാവ് കുളിക്കാൻ തുടങ്ങിയില്ല, കുളിക്കാൻ കയറിയില്ല. അതിനിപ്പോൾ തന്നെ മോൻ ഓടി വന്നു പറഞ്ഞു, പിതാവേ, ഇതാ ചന്തസ്ഥലത്ത് ഒരു മൃതദേഹം കിടക്കുന്നെന്ന്. ആ അച്ഛൻ ക്ഷീണവും മറന്നുപോയി, കുളിക്കാനുള്ളതും മറന്നുപോയി, സദ്യ ഒരുക്കിയതും മറന്നുപോയി. വേഗം എടുത്തു ഓടിപ്പോയി ചന്തസ്ഥലത്ത് പോയി. കാരണം മൃതരെ സംസ്കരിക്കുന്ന ഒരു പുണ്യമാണ്. പറഞ്ഞു വേഗം പോയി അതെടുത്തിട്ട് സൂര്യാസ്തമയം വരെ അത് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം ആരും കാണാതെ ഈ മൃതശരീരം കൊണ്ട് അടക്കം ചെയ്തു. പക്ഷെ അടക്കം ചെയ്തപ്പോൾ അശുദ്ധനായില്ലേ, നേരെ ഒരുപാട് രാത്രിയായില്ലേ, ഇനി വീട്ടിനകത്ത് കയറാനും പറ്റിയില്ല. അദ്ദേഹം വീടിൻ്റെ പുറത്ത് മതിലിനോട് ചേർന്ന് കിടന്നു. അങ്ങനെ മതിലിനോട് ചേർന്ന് അശുദ്ധനാണെന്ന് കരുതി അങ്ങനെ ഒരുപാട് നാൾ കൂടി വരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ പോലും കണ്ടോ, ഒരു പരോപകാരം ചെയ്യാനും ഒരു പുണ്യകർമ്മം ചെയ്യുവാനും ദരിദ്രരോട് ചേരുവാനും ഒക്കെയാണ് അദ്ദേഹം ധൃതി കാണിച്ചത്. അല്ലാതെ ഒത്തിരി നാൾ കൂടി വർഷങ്ങൾ കൂടി വരുന്ന ഇന്നത് ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ചോ. ഇതാണ് ഇന്നത്തെ തലമുറയും അന്നത്തെ ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മളൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ ആ ജീവിത ശൈലി, അവരുടെ മൂല്യബോധവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതിനോട് ചേരുവാൻ സാധിക്കുമോ എന്ന് നോക്കുക. അങ്ങനെ അദ്ദേഹം മുഖം മൂടാതെ, വചനം പറയുന്ന, ബൈബിൾ പറയുന്ന, മുഖം മൂടാതെ അദ്ദേഹം മതിലിനോട് ചേർന്ന് കിടന്നു, പുതപ്പ് പോച്ച്. അങ്ങനെ വന്നപ്പോൾ ഒരു കുരുവി ഈ മതിലിൽ വന്നിരുന്ന് ഒരു കുരുവിയുടെ ചുടുകാഷ്ടം വീണാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഒരു വെളുത്ത പാട പോലെ എന്തോ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ബാധിച്ചു. ഈ മതിലേൽ വന്നിരുന്ന കുരുവിയുടെ ചുടുകാഷ്ടം വീണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട തോബിത്ത് അപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് പഴിക്കാതെ, എൻ്റെ ജീവിതത്തോട് പഴിക്കാതെ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ഒരു വിശ്വാസമാണ് തോബിത്തിനുണ്ടായത്. അവിടെയും എന്നാൽ ഇന്നലെ ഇങ്ങനെ വന്നിട്ടല്ലേ, അതല്ലെങ്കിൽ ഇന്നലെ മൃതശരീരം കണ്ട് അത് സംസ്കരിക്കാൻ പോയത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ വന്നത്, അങ്ങനെ തന്നോട് തന്നെ ദേഷ്യപ്പെടുകയോ ഈ ഇടവരുത്തിയ ദൈവത്തോട് ദേഷ്യപ്പെടുകയോ അതല്ലേ ആ മരിച്ചുപോയ ആളോട്. ചിലപ്പോഴൊക്കെ ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ ഓർക്കാറുണ്ട്. ഈയിടെ ഒരാൾ പറയുന്നതും ഞാൻ കേട്ടു, മരിച്ചാൽ പോലും ജനം വെറുതെ വിടുകയല്ലോ എന്ന്. അതെങ്ങനെയാണ്? മരിച്ച ആളുകളെ പോലും പഴി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെ, മരിച്ചു പോയ അപ്പനും അമ്മയും അവരുടെ കുറ്റം പറഞ്ഞിട്ട് അവർ കാരണം എനിക്കിങ്ങനെ വന്നത്, അവർ സ്വത്ത് തരാഞ്ഞിട്ടാണ് എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം മരിച്ചാൽ പോലും വെറുതെ വിടുകയല്ലോ എന്നോർക്കും. അതേസമയം നമ്മുടെ തോബിത്ത് മരിച്ചുപോയ ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഇതിൽ കാണിച്ചോ? ഇല്ല. ദൈവമാണ് എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ ഈ അന്ധനായിരിക്കുമ്പോഴും തോബിത്ത് വിശ്വസിക്കുകയും അപ്പോഴും അദ്ദേഹം തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പറ്റുന്ന പരോപകാര പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുവാനും വിഷമിക്കുന്നവരെല്ലാം ആശ്വസിപ്പിക്കുവാനുമാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ തോബിത്ത് അന്ധനായി മാറുന്ന ഈ സംഭവം ഒരു സ്കിറ്റായിട്ട് കൂട്ടുകാർക്ക് കളിക്കാൻ പറ്റുമോ? തോബിത്ത് വേണം, തോബിത്തിൻ്റെ ഭാര്യ അന്ന വേണം, അല്ലേ, മകൻ തോബിയാസ് വേണം, അവരുടെയൊക്കെ വസ്ത്രങ്ങളൊക്കെ വേണം, ഇങ്ങനെയൊക്കെ ഒരു കുരുവിയൊക്കെ വേണം. ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊരു സ്കിറ്റായിട്ട് കളിക്കാവോ? നമുക്ക് നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്ക് ഈ സമയം കാണാം. തോബിയാസ്, മകനെ തോബിയാസ്. അമ്മ എന്നെ വിളിച്ചോ? വിളിച്ചു. ഇന്ന് പെന്തക്കുസ്താ തിരുനാളല്ലേ? ഇന്ന് നമുക്ക് ഇരട്ടി സന്തോഷത്തിന്റെ ദിവസമാണ്. അതെന്താ അമ്മേ? ഇന്ന് പെന്തക്കുസ്താ തിരുനാൾ മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് നിനവയിലേക്ക് നാട് കടത്തപ്പെട്ട നിന്റെ പിതാവ് തോബിത്ത് ഇന്ന് തിരിച്ചെത്തും. അതുകൊണ്ട് നമുക്കിന്ന് വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കണം. ബന്ധുക്കളെ എല്ലാവരെയും വിരുന്നിന് ക്ഷണിക്കുകയും വേണം. യഹോവയുടെ കാരുണ്യം
എത്ര വലുതാണ്. അമ്മേ, എനിക്ക് പിതാവിനെ കാണാൻ കൊതിയായി. നീ ഒരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് എടുത്തു വെക്ക്, എന്നെ ഒന്ന് സഹായിക്കും. ശരി. വേഗമാകട്ടെ മകനെ, അപ്പൻ ഉടനെ ഇങ്ങെത്തും. മകനെ തോബിയാസ്, മകനെ 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 മകനെ, നിന്നെ വീണ്ടും കാണാൻ ദൈവം ഇടയാക്കില്ലോ. അമ്മേ, അമ്മേ, അപ്പൻ വന്നു. അങ്ങ് എത്തിയോ? ദൈവത്തിന് സ്തുതി. അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പ, ഞങ്ങൾ വലിയ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അങ്ങയെ കാണുവാൻ ബന്ധുക്കളെല്ലാം വരും. ഓഹോ, അത് ശരി. ഞാൻ വരുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നുവല്ലേ? അതെ, ബന്ധുക്കൾ എല്ലാവരും അങ്ങയുടെ വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അന്ന, ഞാൻ നിനവയിൽ തടവുകാരനായിരുന്നപ്പോൾ പോലും ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും ലംഘിച്ചിട്ടില്ല. എല്ലാവരും വിജാതിയുടെ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാനത് ഭക്ഷിച്ചില്ല. വിശക്കുന്നവർക്ക് ഞാൻ ആഹാരം നൽകി, നഗ്നർക്ക് വസ്ത്രം നൽകി, വഴിയിൽ കിടന്നിരുന്ന മൃതദേഹങ്ങളെല്ലാം സംസ്കരിച്ചു. നിങ്ങളെ വീണ്ടും കാണുവാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതിനാൽ എന്റെ സമ്പാദ്യമായ 10 താലന്ത് വെള്ളി ഞാൻ മേദിയായിലെ ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങയെ വീണ്ടും കാണുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ, ഞങ്ങൾക്ക് അത് മതി. അപ്പ, ഞങ്ങൾ അപ്പനെ ഓർത്ത് എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങ് വേഗം കുളിച്ച് ശുദ്ധിയായി വരൂ, ഞാൻ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു. മകനെ തോബിയാസ്, നീ പോയി നമ്മുടെ സഹോദരൻ, നീ കാണുന്ന ദൈവവിചാരമുള്ള ഒരു ദരിദ്രനെ ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ട് വരിക. ഞാൻ കാത്തിരിക്കാം. ശരി അപ്പ. അന്ന, ഞാൻ കുളിച്ച് ശുദ്ധിയായി വരാം. ശരി, അങ്ങനെയാകാം. അപ്പ, നമ്മുടെ സഹോദരങ്ങളിൽ ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു. അന്ന, ഞാൻ പോയി ശവശരീരം എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിക്കാം. സൂര്യാസ്തമയത്തിന് ശേഷം അത് സംസ്കരിക്കാം. വേണ്ട, അങ്ങ് പോകണ്ട. രാജാവ് പറഞ്ഞാൽ അങ്ങേ വധിക്കും. ഒരിക്കൽ നാട് വിട്ടു പോയവനാണ്, എന്നിട്ടതാ വീണ്ടും മരിച്ചവരെ സംസ്കരിക്കുന്നുവെന്ന് നാട്ടുകാർ പറയും. അന്ന, രാജാവിനേക്കാളും നാട്ടുകാരെക്കാളും നാം ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ അനുസരിക്കണം. അത് മറക്കരുത്. കുളിക്കാതെ എങ്ങനെ വീട്ടിൽ കയറും? മൃതശരീരം സംസ്കരിച്ചുകൊണ്ട് കുളിക്കാതെ ഇന്ന് വീട്ടിൽ കയറത്തില്ല. സന്ധ്യ ആയതുകൊണ്ട് കുളിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് ഇവിടെ വിശ്രമിക്കാം. എന്റെ കണ്ണ്, ദൈവമേ ദൈവമേ, എന്റെ കണ്ണ് കാഴ്ച കാണാൻ പറ്റുന്നില്ല. ദൈവമേ,
പക്ഷിയുടെ ചൂട് കഷ്ടം വീണ് എൻ്റെ കണ്ണിന് കാഴ്ച പോയി. നല്ലവനായ ദൈവമേ, എന്നിൽ കടാക്ഷിക്കണമേ. ദൈവമേ, ദൈവമേ, എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. ദൈവമേ, ദൈവമേ, ദൈവമേ. നാഥ, ഇന്ന് ധാരാളം സാധനങ്ങൾ വിറ്റ് പണം ലഭിച്ചു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. നിനക്ക് ആട്ടിൻകുട്ടിയെ എവിടുന്ന് കിട്ടി? നീ അതിനെ കട്ടെടുത്തതല്ലേ? കട്ടെടുത്തത് ഭക്ഷിക്കുന്നത് ശരിയല്ല. അത് ഉടമസ്ഥൻ തിരിച്ചേൽപ്പിക്കുക. അല്ല, ഞാൻ കട്ടെടുത്തതല്ല. കൂലിക്ക് പുറമെ അവർ സമ്മാനമായി നൽകിയതാണ്. അല്ല, നീ കട്ടെടുത്തത് തന്നെയാണ്. അതിനെ തിരിച്ചു നൽകുക. അല്ല, ഞാൻ കട്ടെടുത്തതല്ല. അങ്ങയുടെ സൽപ്രവൃത്തികളൊക്കെ എവിടെ പോയി? എല്ലാം അറിയാമെന്നല്ലേ ഭാവം? ഹും. നീതിമാനായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി ന്യായയുക്തമാണ്. എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അവിടുന്ന് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ്. ദൈവമേ, അറിയാതെ ഞാൻ ചെയ്ത എന്റെ അപരാധങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ദൈവമേ, എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. തോബിത്ത്, നിന്റെ കണ്ണിലെ പാട നീക്കി നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ ഞാൻ ദൈവദൂതൻ റഫായേലിനെ നിയോഗിച്ചിരിക്കുന്നു. കൂട്ടുകാർ കളിച്ച സ്കിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലതായിട്ട് കളിച്ചില്ലേ? ഈ ആരാ അന്ധനായിട്ട് മാറിയത്? തോബിത്ത്. തോബിത്ത് എങ്ങനെയാ അന്ധനായത്? കുരുവിയുടെ ചുടുകാഷ്ടം വീണ് അന്ധനായി തീർന്നു അല്ലേ? എന്തിനാ ഈ തോബിത്ത് ആ മതിലിനോട് ചേർന്ന് കിടക്കാൻ പോയത്? മൃതരെ സംസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അശുദ്ധനായി മാറി അല്ലേ? അപ്പൊ തോബിത്തിന് അതിനകത്ത് എന്തെങ്കിലും വിഷമം തോന്നിയോ? ഇല്ല, സന്തോഷമായിരുന്നു അല്ലേ? തോബിത്തിനും കുടുംബത്തിനും എല്ലാം സന്തോഷമായിരുന്നു. അപ്പൊ നോക്കിയേ, ഒരു കുടുംബം മുഴുവനും. അതുകൊണ്ട് അന്ന പോലും തോബിത്തിനോട് ഒരു ഇഷ്ടക്കേട് കാണിക്കുന്നില്ല. പക്ഷെ നാട്ടുകാർ വല്ലതൊക്കെ പറയുമോ എന്നുള്ള സങ്കടമുണ്ട്. നാട്ടുകാർ പിന്നെയും പറഞ്ഞ് ഇദ്ദേഹത്തെ കളിയാക്കൂന്നൊരു സങ്കടമുണ്ട്. കാരണം ഇനിയും ഈ അനേക വർഷം നാട് കടത്തപ്പെട്ടവനാ. അവൻ വീണ്ടും വന്നിട്ട് മൃതരെ സംസ്കരിക്കാൻ പോകേണ്ട വല്ലത് കാര്യം ഉണ്ടായിരുന്നോ? അവൻ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നോ എന്ന് ആര് പറയും? നാട്ടുകാർ പറയും. കണ്ടോ? പക്ഷേ സത്യത്തിൽ അന്നായിക്ക് അതിൽ തന്നെ വിഷമമില്ല. പക്ഷെ നാട്ടുകാർ പിന്നെയും പറഞ്ഞ് കളിയാക്കൂല്ലോ എന്നൊക്കെയുള്ള വേദന. അപ്പൊ ദൈവത്തിൻ്റെ തിരുമനസ്സോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബം, പാപങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരു കുടുംബം, ദരിദ്രരെ തിരിച്ചറിയുന്ന ഒരു കുടുംബം. ഓക്കെ, തോബിത്ത് അങ്ങനെയായിരുന്നു, അന്നായി അങ്ങനെയായിരുന്നു, മകൻ തോബിയാസും അങ്ങനെയായിരുന്നു. അപ്പം ഇതുപോലെയാ കൂടുതൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തോബിത്തിൻ്റെ പുസ്തകം തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. ദൈവത്തോട് വിശ്വസ്തത കാണിച്ച ഒരു കുടുംബം, ദൈവം പറയുന്ന വഴിയിലൂടെ ചരിച്ച ഒരു കുടുംബം. അവർക്ക് ചില സമയത്ത് സഹനങ്ങളുണ്ടായി, മറ്റു ചില സമയത്ത് നാടുകടത്തലുണ്ടായി. അമ്മയും മകനോട് ഒരുമിച്ച് താമസിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു. വീണ്ടും ദൈവത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളുണ്ടായി. അന്ധനായി, പിന്നെ കാഴ്ച കിട്ടുന്നതൊക്കെ ഉണ്ട്. ഒരുപാട് കൃപ കിട്ടുന്നതൊക്കെ ആ തോബിത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ തോബിത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചതും ഇപ്പം നമ്മൾ സ്കിറ്റ് കണ്ടതുമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉണ്ട്. ഇന്ന് വീട്ടിൽ പോയി ആ ഭാഗം വായിക്കാവോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. നല്ല ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് വെളിപാടുകൾ നൽകണമേ. യേശുനാഥ, തോബിത്ത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട്
അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും വിശ്വസ്തത കാണിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിഷമസന്ധികളിൽ മനുഷ്യരാൽ ഓരോ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഞങ്ങൾ വേദന അനുഭവിക്കുന്ന സമയത്ത് യേശുനാഥ, ഞങ്ങളുടെ വേദനയിലും സങ്കടങ്ങളിലും എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് തോബിത്തിനെ പോലെ നിരന്തരം ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ട കൃപ തരണമേ. വേദനയിലും വിഷമത്തിലും എല്ലാം ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ അണയുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങിയപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നല്ലോ. അമ്മേ, ഞങ്ങളും ഇതാ ഇന്ന് കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയുടെ ഹിതത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒരുപാട് വേദനകൾ, സഹനങ്ങൾ ഉണ്ടാകും. അമ്മേ മാതാവേ, ആ സഹനങ്ങളിലെല്ലാം അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗാഗൽത്താമലയിലേക്കുള്ള യാത്രയിൽ പല പ്രാവശ്യം വീണിട്ടും പലതരത്തിലുള്ള കളിയാക്കലുകൾ ഉണ്ടായിട്ടും എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് എന്ന് പറഞ്ഞ് ആ ഗാഗുൽത്ത മലയിലെ കുരിശിനെ ലക്ഷ്യമാക്കി നീങ്ങിയ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കുരിശുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അങ്ങേക്ക് ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിക്കുവാനും വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് സഹനത്തിൻ്റെ, രക്ഷാകര സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, അത് സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ, ഇന്ന് വൈകിട്ട് വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ആ ബൈബിൾ ഭാഗം വായിക്കണം. ഏത് പുസ്തകമാണ്? തോബിത്തിൻ്റെ പുസ്തകം കേട്ടോ. നമുക്ക് എല്ലാവർക്കും സ്തുതിയല്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പരസ്പരം ഒന്ന് സ്തുതിയല്ലിക്കേ.